ഗൈസീറ്റ് എക്സ്പ്ലോർ പേജുമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ മെട്രോയും അതേപോലെ തന്നെ ബാസ്റ്റിൻ ഫോർട്ട് കൊച്ചി പോയിട്ട് ബാസ്റ്റിൻ ബംഗ്ലാവൊക്കെ കണ്ടു. മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇറക്കുന്നത്. അതിനകത്ത് നമ്മൾ വാട്ടർ മെട്രോയും അതേപോലെ തന്നെ ഫോർട്ട് കൊച്ചിയിലെ കുറച്ച് നമ്മൾ ഫുഡ് കഴിച്ചതും നമ്മുടെ മറൈൻ ഡ്രൈവ് ഒക്കെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് കാണാം. കമോൺ, ലെറ്റ്സ് ഗോ. നമ്മൾ വാസ്കോ ഡ ഗാമ സ്ക്വയറിലേക്ക് നമ്മൾ എത്തുകയാണ്. കയറുന്ന വഴിക്ക് ഇവിടെ കുറേ ചീനവലകളുടെ ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നിലും വലയില്ല. അതേപോലെ തന്നെ കയറുമ്പോൾ തന്നെ അവിടെ വലിയൊരു ആങ്കറുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് 1 of 4 ആങ്കേഴ്സ് ഓഫ് ദ ഫസ്റ്റ് ലെജർ ലോഡ് വില്ലിംഗ്ടൺ ലോഡ് ദ പ്രിൻസിപ്പൽ ഇൻസ്ട്രുമെൻറ്റ് എക്സിക്യൂഷൻ ഓഫ് സർ റോബർട്ട് ബിഷോ വില്യൻ ഡിസൈൻ മേക്കിംഗ് ഓഫ് കൊച്ചിൻ വേൾഡ് ട്രാൻസ്പോർട്ട് ലോഡ് വില്ലിംഗ്ടൺ ഫുള്ള് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു ആങ്കർ എടുക്കുന്നുണ്ട്. അതുപോലെ ഇത് ഫുള്ള് നടക്കാനായിട്ടുള്ള അടിപൊളി ഒരു ഈവനിങ് വോക്കിന് പറ്റിയ ഒരു അടിപൊളി ഒരു സ്ഥലമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. കുറേ ആർട്ട് വർക്കുകൾ എല്ലാം ഇവിടെ, വിൽപ്പനയ്ക്കുകൾ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. നോക്കിങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവിടെ ചീനവലയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചീനവലകളുടെ ഫുള്ള് ഡിസൈനും അതേപോലെ ചീനവലകൾ എല്ലാം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ കണ്ട ആ കപ്പലാണത്. രാവിലെ കണ്ട കപ്പലാണ് പോകുന്നത്. രാവിലെ നമ്മളവിടെ കണ്ടില്ല, നമ്മളെ റൂമിൻ്റെ അടുത്ത് ആ കപ്പലാണ് കാണുന്നത്. ഈ ചീനവല എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ ഇവിടെ നല്ല കടലിലെ നല്ല ഫ്രഷ് മീനൊക്കെ ലഭിക്കാറുണ്ട്. വലിയ കൊഞ്ചുണ്ട്, അതേപോലെ തന്നെ പലതരം ചെറിയ കൊഞ്ചുണ്ട്, നല്ല ഞണ്ടുകളുണ്ട്, എല്ലാം ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല മത്തിയൊക്കെ ഉണ്ട് അതിനുള്ളിൽ. അതേപോലെ തന്നെ ഇത് അടുത്താണ് കടൽ. ഓരോരുത്തർ ചുറ്റിനും ഇവിടെ ഫുള്ള് മീൻ വിൽക്കാനും അതേപോലെ തന്നെ കരിക്ക്, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യലല്ല നല്ല ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള ആർട്ട് വർക്കുകൾ എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടുത്തെ വലിയ വലിയ മീനൊക്കെ കുറേ ഉണ്ട്. കിളിയുണ്ട്, നമ്മുടെ കൊഞ്ചുണ്ട്, നമ്മുടെ തീരാളിയുണ്ട്, നമ്മുടെ വേറെ സൈസ് മറ്റേ കൊഞ്ചുണ്ട്, മത്തിയുണ്ട്, വലിയ കണവയുണ്ട്, കക്കയുണ്ട്, എല്ലാം ഉണ്ട്. ഉണ്ട് ചെറിയ മത്തി വരുന്നുണ്ട്. ഉണ്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ടുള്ള സെറ്റപ്പൊക്കെ എന്താണെന്ന്, ഡോൾഫിൻ്റെ മീൻ പിടിക്കാനായിട്ടുള്ള സെറ്റപ്പാണോ എന്താണെന്ന് അറിയില്ല. ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഇവിടെ ഫുള്ള് വലയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് വല തന്നെ, മീൻ പിടിക്കാനുള്ള വലകളാണ് ഈ ഫുൾ അടുക്കി അവിടെ എല്ലാം വെച്ചേക്കുന്നത്. കുറേ ചെറിയ മീൻ പിടിക്കാനായിട്ടുള്ള ചെറിയ വള്ളങ്ങളുണ്ട്. എല്ലായിടത്തും മീനുണ്ട്. നല്ല ഫ്രഷ് മീൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിയാക്കി തരും. നമ്മുടെ കട്ടും ചെയ്ത് ശരിയാക്കി തരും. അവിടെ നമ്മുടെ ചീനവല നമുക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ ചെറിയ വാട്ടർ മെട്രോ അവിടെ വരുന്നത് വാട്ടർ മെട്രോ. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ല. വാട്ടർ മെട്രോ അവിടെ ഇതിൻ്റെ സ്റ്റോപ്പുണ്ട് വാട്ടർ മെട്രോയ്ക്ക്. ആണ് വാസ്കോ ഡ ഗാമ സ്ക്വയറിൻ്റെ വിശേഷം. ഇവിടെ ചെറിയൊരു പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. നെഹ്റു പാർക്ക് ഫോർ ചിൽഡ്രൻസ് അത് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ കണ്ട നെഹ്റു ടവർ എന്നാണ് അത് അറിയപ്പെടുന്നത്. ചെറിയൊരു പഴയൊരു വള്ളം ഇവിടെ പൊളിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് നേരെ നടക്കാം. വാട്ടർ മെട്രോ എങ്ങനെയാണ് സംഭവം എന്ന് നമുക്കറിയില്ല. പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്നും അറിയില്ല. നമ്മുടെ സാധാ മെട്രോ പോലെ 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ചിട്ടാണോ വാട്ടർ മെട്രോ ഒന്നും കറക്റ്റായിട്ട് നമുക്കറിയില്ല. അല്ലേ വാട്ടർ മെട്രോ അല്ല കാണുന്നുണ്ടോ? വാട്ടർ മെട്രോ ഉണ്ടോ? ഫോട്ടോ വെച്ചുകൊണ്ട് ഇവിടെയാണ് ഈ വാട്ടർ മെട്രോ എന്നിറങ്ങുന്നത്. നമുക്ക് കയറാനുള്ളത് പോകാനുള്ളത് ഫുള്ള് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാം. കയറി ഒന്ന് ചോദിച്ച് നോക്കാം വാട്ടർ മെട്രോയുടെ സർവീസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. എന്നിട്ട് നമുക്ക് പോയിട്ടൊരു 1 മണിക്കൂറിനുള്ളിൽ വരുമെങ്കിൽ നമുക്ക് വാട്ടർ മെട്രോ പോയി കയറിയിട്ട് വരാം. അപ്പോൾ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറാൻ പോവുകയാണ്. 50 രൂപയാണ് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നേരെ ഹൈക്കോടതി ജംഗ്ഷൻ വരെ. ഹൈക്കോടതി എന്നാണ് കിടക്കുന്നത്. 50 രൂപയാണ് നമ്മുടെ ടിക്കറ്റിന്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് തിരിച്ചു വരണമെങ്കിൽ അവിടുന്ന് പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. അവിടെ ചെന്നിട്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മെട്രോയ്ക്ക് തന്നെയല്ല, ഇല്ലെങ്കിൽ 20 മിനിറ്റ് വെച്ചിട്ടാണ് മെട്രോ, അതായത് വാട്ടർ മെട്രോ ഉള്ളത്. ഈ ടിക്കറ്റും കൊണ്ട് നമ്മൾ കയറുക, അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ചുള്ള റിട്ടേൺ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മെട്രോയ്ക്ക് തന്നെ നമുക്ക് തിരിച്ചു നമ്മൾ കൊച്ചിയുടെ വാട്ടർ മെട്രോയിലോട്ട് കയറുകയാണ്. നമ്മൾ അകത്തോട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലേ കൊച്ചി വാട്ടർ മെട്രോ, ഫേമസ് ആയിട്ടുള്ള വാട്ടർ മെട്രോ. ഇത്രേ സ്ഥലമുള്ളൂ, നമുക്ക് ഇവിടെ പോയിരിക്കാം. ഇപ്പോൾ ഒരു 10-40 പേർക്ക് ഇരിക്കാനുള്ള 10-30 പേർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഇതിനകത്തുണ്ട്. അതെന്നാൽ 3-4 പേര് വെച്ചിട്ട് കുറേ റോ സീറ്റെല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ നോക്കുന്നതായിട്ട് നമുക്ക് ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പുകളൊന്നുമില്ല.
അപ്പം ഇവിടെ നിൽക്കാം, എ സിയുടെ കീഴിൽ തന്നെ നിൽക്കാം. ഭയങ്കര ചൂടാണ് ഇവിടെ. ഒന്നാമത്തെ കാര്യം, കുറച്ച് ആളുകളൂടെ വരാനായിട്ട് വാട്ടർ മെട്രോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 20 മിനിറ്റ് അല്ലെ 10 മിനിറ്റോളം ഇവർ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവരടുത്ത ട്രിപ്പ് അടിക്കുന്നത്. ഫുൾ ഈസിയാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കി കിട്ടുന്നുണ്ട്. അവിടെ പൈലറ്റിൻ്റെ സീറ്റ് എല്ലാം ഉണ്ട്. ആളുകൾ കുറേ ഉണ്ട് വണ്ടിക്കകത്ത്. നമുക്ക് ഇവിടെ നിന്ന് സൈഡ് വ്യൂ എല്ലാം നോക്കി ഇവിടെ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് കാണാം. മെട്രോ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് യാത്ര തിരിച്ച് നമ്മൾ ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആണല്ലേ, ഇറങ്ങി കപ്പൽ യാത്ര തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ആണ് ബോട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇതാണ് കിട്ടുന്നത്. അവിടെ കുറേ കണ്ടെയ്നർ ടെർമിനലാണ് നമ്മളാ കാണുന്നത്. അവിടെ ഫുള്ള് കണ്ടെയ്നറൊക്കെ ആയിട്ട് ഇറക്കുകയാണ്. നമ്മുടെ ക്യാപ്റ്റൻ അവിടെ ഓടിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലേ, മുന്നോട്ട് പോകുന്ന അപ്പോൾ തന്നെ വേറൊരു വാട്ടർ മെട്രോ ആ സൈഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ അടുപ്പിക്കുന്നൊരു വാട്ടർ മെട്രോ ആ സൈഡിലായിട്ട്. ദൂരെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ക്യാരിയർ കിടക്കുന്നുണ്ടാവും. ഇന്ത്യൻ നേവിയുടെ ഒരു എപ്പോഴും ക്യാരിയർ ഇവിടെ കിടക്കുന്ന അതിൻ്റെ നമ്പരും അവിടെ ഉണ്ട്. R33 നമ്പർ എടുത്ത് കാണുന്നത്. ഏതാണ് നമ്മുടെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് പേര് നമുക്ക് കിട്ടുള്ളൂ. ക്യാരിയർ, അതേപോലെ തന്നെ അപ്പുറത്ത് ഓയിൽ ടാങ്കർ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഹൈക്കോടതി ജംഗ്ഷൻ്റെ മെട്രോ സ്റ്റോപ്പിലേക്ക് നമ്മൾ എത്താൻ അവിടെ കുറേ വാട്ടർ മെട്രോ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് ഡോക്ക് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ കയറൊക്കെ എടുത്തിട്ട് സെറ്റാക്കുന്നു. പുള്ളി കയറൊക്കെ എടുത്തിട്ട് സെറ്റാക്കി എടുത്തിരുന്നുണ്ട് ഡോക്കിങ് ചെയ്യാനായിട്ട്. ഇനി ഇവിടെ ഇറങ്ങി നമ്മൾ തിരിച്ചു പോകാനായിട്ട് നമ്മൾ അടുത്ത ടിക്കറ്റ് എടുക്കണം. അതിനുള്ളിൽ ആൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കണ്ടോ, അതിനുള്ളിൽ ഇവിടെ എല്ലാം CCTV ക്യാമറ ഉണ്ട്. അതെല്ലാം നമുക്ക് അവിടെ ഫുള്ള് കൺട്രോൾ പാനലെല്ലാം ഉണ്ട്. പുള്ളി ആദ്യം ഒന്നിട്ടു, വർക്കായില്ല. പുള്ളി അടുത്ത സെറ്റ് പുള്ളി ഇടുകയാണ്. അങ്ങേ സൈഡിൽ അതേപോലെ തന്നെ കയറിട്ട് സെറ്റായി ഇറങ്ങാനായിട്ട് എല്ലാവരും റെഡിയാവുന്നു. ഇവിടെ അതേപോലെ തന്നെ ഇഷ്ടം പോലെ വാട്ടർ മെട്രോ, 8 വാട്ടർ മെട്രോ ഇവിടെ ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഇവർ ഇട്ടിട്ടുണ്ട്. നല്ല വാട്ടർ മെട്രോ ഉണ്ട്. ഇതെല്ലാം നമ്മൾ തീരത്തോട് നമ്മൾ അടുത്ത്. ഇനി ഈ മെട്രോയ്ക്ക് തന്നെ നമുക്കിനി തിരിച്ച് നമുക്ക് ഇറങ്ങാനുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ മെട്രോ ആയാലും നമുക്ക് തിരിച്ചിറങ്ങാം. അപ്പുറത്തെല്ലാം മെട്രോ ഉണ്ട്. ഇവിടെ 7, 8 അങ്ങനെ ഓരോ മെട്രോയ്ക്ക് ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട്. വാട്ടർ മെട്രോ 10, 10, 12 അങ്ങനെ മെട്രോയുടെ ബാക്കിലും നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ മെട്രോയ്ക്കും. എല്ലാവരും ഇറങ്ങാണ്. ഇപ്പോൾ നമ്മൾ പുറത്തോട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇവിടെ നമുക്ക് നിന്നിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു. തിരിച്ചു പോകുമ്പോൾ നമുക്ക് ചോദിക്കണം നിന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ല. അവിടെ നമ്മൾ ഇറങ്ങി. ഇനി ഇറങ്ങിയിട്ട് നമ്മളവിടെ ചെന്നിട്ട് തിരിച്ചു പോകാനായിട്ടുള്ള ടിക്കറ്റ് നമ്മൾ എടുക്കണം. നമ്മൾ വന്നതിൻ്റെ നമ്പർ കാണുന്നില്ല. അവിടെ നമ്പർ സാധാരണ ചിലതിനൊക്കെ ഉണ്ടാവുന്നുണ്ട്. എങ്കിൽ ഇറങ്ങി നടന്നു പോവാണ്. നമ്മൾ വന്ന 2ാം നമ്പർ വാട്ടർ മെട്രോയിലാണ് നമ്മൾ വന്നത്. ഇറങ്ങുന്നു. നമ്മളടുത്ത ടിക്കറ്റ് കൗണ്ടർ കണ്ടുപിടിക്കുന്നു. നമ്മൾ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുക്കുന്നു. ഹൈക്കോടതി ജംഗ്ഷൻ്റെ അതായത് അവിടെ ഇട്ടുള്ള വാട്ടർ മെട്രോയുടെ വെയിറ്റിംഗ് കേന്ദ്രവും എല്ലാം അവിടെ ഉണ്ട്. കണ്ടില്ലേ, നമ്മൾ പുറത്തേക്കുള്ള വഴി. പുറത്ത് നിന്നിട്ട് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ എടുത്തിട്ട് തിരിച്ചു വരാനായിട്ടുള്ള ടിക്കറ്റ് എടുക്കുക. നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ അടുത്ത ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പുറത്തിറങ്ങാണ്ട് തന്നെ നേരെ അങ്ങോട്ട് പോകണം നമ്മൾ അടുത്ത ടിക്കറ്റ് എടുക്കാൻ. തിരിച്ച് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലായിട്ട് നമ്മൾ അടുത്ത ടിക്കറ്റ് എടുക്കും. സമയം 11:02. ഒരു 45 സംതിങ് അവിടെ എടുത്ത് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫോർട്ട് കൊച്ചി നേരെ ഹൈക്കോടതി വാട്ടർ മെട്രോയിലേക്ക് വന്നു. ഇവിടെ വന്ന് ഇവിടുന്ന് നമ്മൾ തിരിച്ച് നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ അടുത്ത 2ാമത്തെ RFID ടിക്കറ്റ് നമ്മളെടുത്ത് 2ാമത് നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുക, നമ്മൾ സ്കാൻ ചെയ്യുക, പോവുക. അപ്പോൾ ടിക്കറ്റ് നേരെ എടുക്കുക, ഇവിടെ ടാപ്പ് ചെയ്യുക, ഇവിടെ ഓക്കെ പറയും. എന്നിട്ട് നമ്മൾ നേരെ നടക്കുക. ഇനി പോകാനായിട്ടുള്ള മെട്രോ നമ്മൾ കണ്ടുപിടിക്കും. ഇവിടെ പോയിരുന്നു ഫോർട്ട് കൊച്ചിക്ക് വേണ്ടി ഇങ്ങോട്ടാണ് കാണിക്കുന്നത്. വെയിറ്റ് ചെയ്തിട്ട് ഇറങ്ങാനാണോ
ഇപ്പോൾ തന്നെ പോകാനാണോ കറക്റ്റായിട്ട് അറിയില്ല, നമുക്ക് നോക്കണം ഏത് സമയത്തുള്ളതെന്ന്. തിരിച്ച് വന്നിട്ടുള്ള വാട്ടർ മെട്രോയിലെ ആളിനെ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വന്നിട്ടുള്ള 50 പേരായി കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ അവർ പോകാൻ സമ്മതിക്കുള്ളൂ. സമയം 11:06 അവർ കാണിച്ചിരിക്കുന്നത്. 11:06 ടൈം കാണിച്ചിരിക്കുന്നത്. നമ്മൾ തിരിച്ചു പോകാനായിട്ട് തൊട്ടപ്പുറത്ത് തന്നെ വേറെ കുറേ ബോട്ടുകൾ എല്ലാം കിടപ്പുണ്ട്. ഇത്രയും ആൾക്കാരെല്ലാം ഇവിടെ കയറാനായിട്ട് ഫുള്ള് വെയിറ്റിംഗ് ആണ്. പ്രവർത്തകരായിട്ട് വെച്ചിട്ടാണ് ഇവിടെ കയറ്റുന്നത്. പെട്ടെന്ന് ആളിൻ്റെ എന്താ പറയുക, ഫുള്ള് ആൾ കൂടുന്നത് തടയാൻ വേണ്ടിയുള്ള ഓരോരുത്തർ വെച്ചിട്ട് ഇവിടെ കയറ്റുന്നവരുടെ ഉണ്ടല്ലോ. ഓരോരുത്തരുടെ എണ്ണവും അപ്പം എടുക്കാനായിട്ട് ഒരു എളുപ്പമുണ്ട് ഇതിനകത്ത് എടുക്കുമ്പോൾ. മുമ്പ് വന്ന മെട്രോയാണ് കിടക്കുന്നത്. ഇത് വേറെയാണ്. ഇതിൻ്റെ നമ്പർ വെച്ചിട്ടില്ല. ഫ്രണ്ടിലാന്ന് തോന്നുന്നുണ്ട്. അതപ്പുറത്ത് തന്നെ ഓരോ ബോട്ടിന് ഇവർ പേരിടുന്നുണ്ടെന്ന് മുസിരിസ് എന്ന് പറഞ്ഞിട്ട് അതിനൊരു പേരിട്ടിട്ടുണ്ട്. ഇതിന് അതേപോലെ തന്നെ പേരിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോകുന്ന മെട്രോയിൽ നമ്മൾ കയറിയിരിക്കും. ഓരോന്നിനും ഒരു പേരുണ്ട്. അതിൻ്റെ പേര് നോക്കാം വിഴിഞ്ഞ്, അതിൻ്റെ പേര് മുസിരിസ്, അങ്ങനെ ഓരോ പേര് വരട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് നമ്മൾ വന്ന് നമ്മുടെ റൂമിൻ്റെ അടുത്ത് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ റൂമുള്ളത്. ആ ടവറുണ്ട്, അവിടെയൊക്കെ നമ്മുടെ റൂമുണ്ട്. നമ്മളവിടം വരെ വന്നു അറിയത്തില്ല. ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നു. ഫുള്ള് ആളുകളുണ്ട്. നമ്മളിപ്പോൾ ഹൈക്കോടതി ജംഗ്ഷനിൽ നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ട് തിരിക്കാനായിട്ട് അവിടുന്ന് നമ്മൾ ഇറങ്ങി നമ്മുടെ മെട്രോ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ തിരിച്ച് ഫോർട്ട് കൊച്ചിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. പാസഞ്ചേഴ്സിൻ്റെ എണ്ണം എടുത്തിട്ട് ഇവിടെ കയറ്റുന്നുണ്ട്. നമ്മൾ ഓരോ തവണ തിരിയുമ്പോഴും അതിൻ്റെ എണ്ണം എടുത്തിട്ട് കയറ്റുന്നത്. നമ്മളിപ്പം ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഇവിടെ തന്നെ ഇറങ്ങുന്ന വഴിക്ക് തന്നെ ബാത്റൂം അങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ഇറങ്ങാനും നമ്മുടെ ഈ കാർഡ് കാണിക്കണം തോന്നുന്നു. കാർഡ് കാണിച്ചിട്ടാണ് തോന്നുന്നു നമ്മൾ ഇറങ്ങാനും ചെയ്യുന്നത്. അല്ലേ, നമ്മൾ ചെയ്യുക RFID കാർഡാണ് എടുത്തിട്ട് സ്കാൻ ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. എന്നിട്ട് നമ്മൾ ഇറങ്ങും. അപ്പോൾ ഇറങ്ങിയവരുടെ ആ കണക്കും കയറുന്നവരുടെ ആ എണ്ണവും എല്ലാം കറക്റ്റ് നമുക്കിവിടെ കിട്ടുന്ന രീതിയിലാണ് നമുക്ക് ഇറങ്ങാനും പറ്റുന്നത്. കണ്ടില്ലേ, നമ്മൾ മുമ്പ് വന്ന വാസ്കോ ഡ ഗാമ ആ ബീച്ച് നമ്മൾ കണ്ടല്ലോ, നമ്മുടെ ആ കൊട്ടാരം, അതിൻ്റെ അവിടെ തന്നെ വന്ന് നമ്മളെ വണ്ടി എടുത്തിട്ട് പോവാണ്. അപ്പോൾ വണ്ടി എടുത്ത് പോയിട്ട് അവിടുന്ന് നമ്മൾ മറൈറ്റൈം മ്യൂസിയത്തിലോട്ട് പോകുന്നു. സമയം ഏകദേശം 11:45 അതായത് 11:45 ടൈമായിട്ടുണ്ട്. നമ്മൾ നടന്ന് മറൈറ്റൈം മ്യൂസിയത്തിലേക്ക് അവിടുന്ന് വണ്ടി എടുത്തിട്ട് അവിടുന്ന് മറൈറ്റൈം മ്യൂസിയത്തിലേക്ക് നടന്നു പോകണോ വണ്ടിയിൽ പോകണമെന്ന് അവിടെ ചെന്നിട്ട് വേണമെന്ന് ആലോചിക്കാൻ. നമ്മൾ നടന്നു വരുമ്പോൾ മറൈറ്റൈം മ്യൂസിയത്തിൽ വരുമ്പോൾ കാണുന്ന പഴയ ലൈറ്റ് ഹൗസ്, ഈ സൈഡ് ഇവിടെ എല്ലാം എന്താ പറയുക, ഡിഫൻസുകാരുടെ റൂമുകളും അതേപോലെ തന്നെ അവരുടെ കമ്പനികൾ, ആൾക്കാർ താമസിക്കുന്ന വീടുകളാണ്. അപ്പോൾ നമ്മൾ നടന്ന് 1 കിലോമീറ്ററായി ഇന്ത്യൻ നേവലിൻ്റെ മറൈറ്റൈം മ്യൂസിയത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ സെക്കൻഡ് പാർട്ടിൻ്റെ ഫസ്റ്റ് ഇത് കയറുമ്പോൾ തന്നെ ഇവിടെ ഇന്ത്യൻ നേവി ഷിപ്പ് ഉപയോഗിച്ച നേവി ഷിപ്പുകൾ, അതേപോലെ തന്നെ അവർ ഉപയോഗിച്ച റഡാറുകൾ എല്ലാം ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഉപയോഗിച്ച ആർട്ടില്ലറികൾ എല്ലാ സാധനവും ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാണ് കയറുന്നത്. നമ്മുടെ എൻട്രൻസ് ഗേറ്റ് പോയി ടിക്കറ്റ് എടുക്കുക. എത്ര ആവും നോക്കാൻ ടിക്കറ്റ് തന്നെ ഇവിടെ കൗണ്ടറിൽ എത്രയാണ് റേറ്റ് എന്ന് വെച്ചാൽ 50 രൂപയാണ്. നമുക്ക് ചിൽഡ്രൻ ബിലോസിനാണ് 25, ഫോറിനേഴ്സിനാണ് 200. പിന്നെ ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ 100, വീഡിയോ ക്യാമറ ആണെങ്കിൽ 200 ആണ്. നമ്മൾ ക്യാമറ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോണിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറിയാണ് ടിക്കറ്റ് എടുത്തിട്ട്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ കുറേ വാർഹെഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ശരിക്കും വാർഹെഡ് എന്നാണ് പറയുന്നത്. SA സർഫസ് ടു എയർ മിസൈൽ, സർഫസ് ടു സീ മിസൈൽ, അങ്ങനെ കുറേ മിസൈലുകളും ആങ്കറുകളെല്ലാം കാണാം. കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ബാഗ് നമ്മൾ എത്തിക്കണം. ഇവിടെ എല്ലാം
മിസൈൽസിൻ്റെ കുറേ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ മിസൈലിൻ്റെ പേരുണ്ട്. സർഫസ് ടു എയർ മിസൈൽ എന്താ SR എന്ന് എന്താ സാമെന്നാണ് ശരിക്കും ഷോർട്ട് ഫോമിൽ പറയുന്നത്. ഫുൾ നെയിമാണ് സർഫസ് ടു എയർ മിസൈൽ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് മിസൈലിൻ്റെ പേരെല്ലാം കൊടുത്തിട്ടുണ്ട്. RG-13 മിസൈൽ എന്ന പേരെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആങ്കർ തൊട്ടപ്പുറത്ത് തന്നെ സർഫസ് മിസൈൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. P-15 ടെർമേറ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഷിപ്പ് ക്രൂയിസ് മിസൈലാണ്. അതായത് മറ്റൊരു ഷിപ്പിനെ തകർക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മിസൈലാണ് ഈ കാണുന്നത്. വലിയ മിസൈലാണ് കേട്ടോ. നമ്മൾ കാണുന്നതല്ല, ഒരു ഫ്രണ്ടെല്ലാം കാര്യമാണ്. റഡാറെല്ലാം ഊരി വെച്ചേക്കുന്ന മോഡലുകളിൽ ഇത്രയും വലുതാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ സർഫസ് B-21 എന്ന് പറഞ്ഞ മറ്റൊരു മിസൈൽ ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് ഗ്ലൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ ഗ്ലൈഡ് ചെയ്യുന്ന ഒരു മോഡലാണുള്ളത്. ഇതിൻ്റെ സൈഡിലത്തെ ടെയിൽ നമുക്ക് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യുന്ന ഒരു മോഡൽ മറ്റൊരു മിസൈൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം, ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. ഇവിടെ നമ്മളിങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ 75 വർഷം കൊണ്ട് നമ്മൾ എവിടെയൊക്കെ വന്ന് നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽസ്, നമുക്ക് എന്തൊക്കെ ഡിസ്ട്രോയർ ഉണ്ട്, എന്തൊക്കെ എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ട്, അതേപോലെ തന്നെ അറ്റാക്ക് മിസൈൽ വെസൽ എന്തൊക്കെയുണ്ട്, ടാങ്കേഴ്സ് എന്തൊക്കെയുണ്ട്, ഫ്ലൈറ്റ്സ് എന്തൊക്കെയുണ്ട്, LPD എന്തൊക്കെയുണ്ട്, സബ്മറീൻ ഏതൊക്കെയുണ്ട് എന്നെല്ലാം ഫുള്ള് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ കാണിച്ചുകൊണ്ട് ഒരു ഇതുണ്ട്. കണ്ടില്ലേ, അവിടെയുണ്ട്. അവിടെ എല്ലാം കുറേ തോക്കുകളുടെ എല്ലാം പഴയ കാലത്തെ എല്ലാ ഷെയറുകൾ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ കയറി നടന്നു വരുന്ന വഴിയാണ്. റേഞ്ചർ ഫൈൻഡർ, നമുക്ക് എത്ര റേഞ്ച് ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള മറ്റേ നമ്മുടെ ബൈനോക്കുലർ പോലുള്ള സാധനം. അപ്പോൾ ഇരിക്കുന്ന അതൊക്കെയാണ് നമ്മളെ തോക്കുകൾ, അതിൻ്റെ ഡീറ്റെയിൽസ്. ആ തോക്കുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലേ, 20 mm ഗണ്ണ്, ഹിസ്പാനോ എന്നൊക്കെ കൊണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുവഴി നടന്ന് വരുമ്പോൾ തന്നെ ഇവിടെ തന്നെ ആർട്ടിലറിയുടെ ഫുള്ള് സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. INS ഗോദാവരി എന്ന് പറഞ്ഞ ഒരു കപ്പലിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ ഇവിടെ ഉണ്ടാക്കി. മിനിയേച്ചർ എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ കപ്പൽ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കണ്ടോ, പുള്ളി ഇരുമ്പുകൊണ്ട് തന്നെ ഗോദാവരി എന്ന് പറഞ്ഞ ഒരു കപ്പലിൻ്റെ ഒരു മോഡൽ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വെട്ടം അടിക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് നമുക്ക് കാണാത്തത്. വെട്ടം അടിക്കുന്നില്ല എങ്കിൽ നമുക്ക് കറക്റ്റ് നമുക്ക് കാണാം. കണ്ടോ, ആണ് അതിൻ്റെ INS ഗോദാവരി എന്ന് പറഞ്ഞത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ തൽവാർ എന്ന് പറഞ്ഞ മറ്റൊരു ഷിപ്പ് കപ്പൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് മറ്റേനേക്കാളും നല്ല നീളമുള്ള സാധനം കേട്ടോ. ഇന്ത്യൻ നേവിയുടെ തന്നെ തൽവാർ എന്ന് പറഞ്ഞ മറ്റൊരു കപ്പൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് വലിയൊരു അറ്റാക്ക് ഷിപ്പാണെന്ന് തോന്നുന്നു. ബാക്കിൽ ഒരു സ്റ്റാലിയൻ്റെ ഒരു ഹെലികോപ്റ്ററൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെലികോപ്റ്റർ സെറ്റപ്പാണ്. സൈഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സാധനം വെച്ചിട്ടാണ്. അതായത് യൂസ് ചെയ്യുന്ന ഒരു ഇതുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ടോർപിറ്റോ എന്നൊക്കെ പറയുന്ന സാധനം കൊണ്ടിട്ടാണ് ഇവർ ഈ സൈഡ്, അതായത് എൻ്റെ ആൻറ്റി സബ്മറീൻ പ്രൊജക്റ്റിലാണ് ഈ ഇരിക്കുന്നത്, ലിംബോ എന്ന് പറയുന്നത്. ചിലർ ടോർപിറ്റോ എന്നൊക്കെ പറയും. ആ ഒരു സാധനം കൊണ്ടാണ് ഈ സൈഡിൽ കയറ്റി വെച്ചേക്കുന്നത്, ഡിസൈനൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതുവഴി നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഷിപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ടോർപിറ്റോയുടെ ചെറുതാണ് ആയിരിക്കുന്നത്. അതേപോലെ തന്നെ ബാൻഷി എന്ന് പറയുന്ന ഒരു മിസൈലിൻ്റെ മറ്റൊരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. ബാൻഷി എന്ന് പറയുന്ന ഒരു ഡിഫൻസ് ട്രെയിനിങ് ടാർഗറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ബാൻഷി എന്ന് പറഞ്ഞൊരു മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണല്ലേ, ഇറ്റ് ഈസ് ആൻ എയർ ഡിഫൻസ് ട്രെയിനിങ് ടാർഗറ്റ് ടു ഡിറ്റർമിൻ എഫക്റ്റീവ്. അതായത് ഈ സാധനം വിക്ഷേപിച്ച് ഇത് നമ്മൾ നേരെ, അതായത് സർഫസ് ടു എയർ മിസൈൽ യൂസ് ചെയ്തിട്ട് ഇതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ടാർഗറ്റ്, ഇതൊരു ടാർഗറ്റാണ്. നമുക്ക് സാധാരണ റിയലായിട്ട് ടാർഗറ്റ് നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ മോഡലിനായിട്ട് ഒരു ബാൻഷി എന്ന് പറയുന്നൊരു ടാർഗറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ പറത്തിയിട്ട് ഇതിനെ തകർക്കുന്ന ഒരു ടാർഗറ്റ്, ഒരു മോഡൽ റെപ്ലിക്ക എന്ന് തന്നെ പറയാം, നമുക്ക് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് മറ്റൊരു ഗണ്ണ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുണ്ടല്ലേ, ആൻറ്റി ഷിപ്പ്, ആൻറ്റി എയർക്രാഫ്റ്റ് അങ്ങനെ ഗണ്ണ് ഇവിടെ സാധനം വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരെന്താ ഒരു AR-15 ഒക്കെ ആയിട്ട് പുള്ളിക്കാരൻ നടന്നു പോകുന്നുണ്ട്. സാധനം കണ്ടല്ലോ, AK-230 എന്ന് പറയുന്ന സാധനം ആൻറ്റി എയർക്രാഫ്റ്റ് ഗാറ്റ്ലിംഗ് ഗണ്ണാണ് ഈ ഇരിക്കുന്നത്. ഉണ്ടല്ലേ, അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് എനിക്കൊന്ന് റഡാറോ ലൈറ്റോ എന്തോ സാധനമാണ് തോന്നിയിരിക്കുന്നത്.
റഡാറിൻ്റെ ആൻറ്റിനയാണ് ഇരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ വരുന്ന ശത്രുക്കളുടെ ഒക്കെ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഈ റഡാർ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. റഡാറിൻ്റെ പേരും എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നതാണല്ലോ. MR101 റഡാർ ആൻറ്റിന വാസ് പാർട്ട് ഓഫ് ദ MR101 ഫയർ കൺട്രോൾ സിസ്റ്റം. ഇറ്റ് വാസ് യൂസ്ഡ് ഇൻ AK-20 ഗൺ മൗണ്ടിങ് ആൻഡ് ഹാഡ് എ മിനിമം റേഞ്ച് ഓഫ് 14 nm. The radar was capable of tracking target and providing range of bearing information for accurate firing. ആക്യുറേറ്റ് ഫയറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു റഡാറാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് AK-230 എന്ന ഗണ്ണിന് മൗണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു റഡാറാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. അതായത് അല്ലേ, ഈ തോക്കിന് വേണ്ടിയിട്ടുള്ള ഒരു റഡാറാണ് ആയിരിക്കുന്ന ഗണ്ണ്. അതായത് നമുക്ക് ആളിനെ വെച്ച് ഫയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കറക്റ്റ് ആക്യുറസി കിട്ടാനായിട്ട് ഈ റഡാർ ഉപയോഗിച്ചിട്ട് ടാർഗറ്റിനെ ഫൈൻഡ് ചെയ്തിട്ട് ഈ ഗണ്ണ് ഉപയോഗിച്ചിട്ട് അത് ഫയർ ചെയ്യും. അതേപോലെ തന്നെ INS ഡൽഹി എന്ന് പറയുന്ന മറ്റൊരു ചെറിയൊരു റെപ്ലിക്ക മോഡൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. INS ഡൽഹി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ നേവിയുടെ തന്നെ ഷിപ്പാണ്. ഡിസ്ട്രോയർ ആണോ എന്താണെന്ന് കറക്റ്റ് നമുക്കറിയില്ല. ഡിസ്ട്രോയറും എയർക്രാഫ്റ്റ് കാരിയറും മിസൈൽ ഡിസ്ട്രോയർ, ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറാണ് ഇത്. എയർക്രാഫ്റ്റ് കാരിയർ വേറെ, ഡിസ്ട്രോയർ വേറെ, എല്ലാം വേറെ വേറെയാണുള്ളത്. അതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഗ്യാറ്റ്ലിംഗ് ഗണ്ണിൻ്റെ തന്നെ യൂണിറ്റ് നമുക്കിവിടെ കാണുന്നുണ്ട്. കണ്ടില്ലേ, എയർക്രാഫ്റ്റ് ആൻറ്റി എയർക്രാഫ്റ്റ് ഗണ്ണാണ് ഇതും. അതിനകത്ത് ആൾ കയറി ഇരുന്ന് വെടിവെക്കുന്ന മോഡൽ ആണെന്ന് തോന്നുന്നു. 3.5 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ഫയർ 460 റൗണ്ട് ഒരു മിനിറ്റിൽ ഇത് ഫയർ ചെയ്യും. 450 റൗണ്ട് ഒരു മിനിറ്റിൽ ഫയർ ചെയ്യുമെന്നാണ് ഇത് പറയുന്നത്. അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് തന്നെ പൗണ്ടർ 12 പൗണ്ടർ ഗണ്ണും ഉണ്ട്. ഒരു ഗണ്ണ് ഫീൽഡ് ഗണ്ണാണ് ഈ പറയുന്നത്. ഇത് അതിനകത്ത് വെക്കുന്നത്. പിന്നെ അതേപോലെ അണ്ടർ വാട്ടർ മൈന് സെറ്റ് ചെയ്യാനായിട്ടുള്ള സാധനമാണ് ഇതിനകത്ത് വെച്ചിട്ട് ഇവിടെ നിന്നാണ് മൈന് ലോഞ്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് തന്നെ മറ്റൊരു ഗണ്ണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡൈവിങ് ബെല്ല്, നമുക്ക് ഡൈവ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ്. അതേപോലെ തന്നെ തൊട്ടിപ്പുറത്തും മറ്റൊരു സ്റ്റീപ്പ് ഡിവൈഡർ എന്ന് പറയുന്ന മറ്റൊരു സാധനം മൈൻ സ്വീപ്പിംഗ് ഡിവൈസാണ്. അതായത് മൈന് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണിത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു മിസൈലിൻ്റെ ലോഞ്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് റോക്കറ്റ് ലോഞ്ചറാണ്. ഈ രണ്ട് ഇരിക്കുന്ന റോക്കറ്റ് ലോഞ്ചറിൻ്റെ സെറ്റാണ് ആ രണ്ടും ഇരിക്കുന്നത്. അതിന് തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു ഗണ്ണും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് നടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കുറച്ച് സാധനം വെച്ചിട്ടുണ്ട്. അതായത് മൈൻ്റെ സെറ്റപ്പ് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. എന്താണെന്നില്ല, ഡെപ്ത് ചാർജ് ഇത് വെച്ചിട്ട്, ഇതാണ് ഡെപ്ത് ചാർജ്. അതായത് സബ്മറീനെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ സാധനമാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ സാധനമാണ് ഡെപ്ത് ചാർജസ് എന്ന് പറയുന്നത്. ഈ സാധനമാണ് നമ്മുടെ ഡെപ്ത് ചാർജസ്. ഇത് വെള്ളത്തിലോട്ട് ഇട്ടതിന് ശേഷം ഇതിനുള്ളിൽ, അതായത് ഇതിൻ്റെ ഇത്ര ഡിസ്റ്റൻസിനുള്ളിൽ വല്ല സബ്മറീനോ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിച്ചിട്ട് ആ സബ്മറീനെ തകർക്കും. അതാണ് ഡെപ്ത് ചാർജസിൻ്റെ കാര്യങ്ങൾ. ഇംഗ്ലീഷ് സിനിമയുണ്ട് 100 കില്ലർ എന്ന് പറഞ്ഞാൽ, ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെപ്ത് ചാർജസിനെ കുറിച്ച് മനസ്സിലാവും. ഇത് അതിൻ്റെ ആൻറ്റി സബ്മറീൻ വെപ്പൺ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. DCMK-11 എന്ന് പറഞ്ഞിട്ടാണ് ഇത്. 2-3 ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ഹെലികോപ്റ്റർ, നേവിയുടെ ഒരു ഹെലികോപ്റ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ഗ്രൗണ്ട് മൈന് ഇവിടെ ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. അതിൽ PBGM എന്നാണ്, പ്രോസസ്സ് ബേസ്ഡ് ഗ്രൗണ്ട് മൈന് എന്നാണ് ഇതറിയപ്പെടുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു സീഗൾ മിസൈൽ എന്ന് പറഞ്ഞ ഒരു മിസൈൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സീഗൾ മിസൈൽ ഈസ് എ ബ്രിട്ടീഷ് ഒറിജിൻ എയർ ടു സർഫസ് മിസൈൽ മാനുഫാക്ചർഡ് ബൈ ബ്രിട്ടീഷ് എയറോസ്പേസ് ഡൈനാമിക്സ് മാനുഫാക്ചർ ചെയ്ത സർഫസ് ടു, അതായത് സാം നമ്മൾ മുമ്പ് അപ്പുറത്ത് കണ്ട സെയിം സർഫസ് ടു എയർ മിസൈൽ തന്നെയാണെന്നത്. ബ്രിട്ടീഷ് ഒറിജിൻ എയർ ടു സർഫസ് മിസൈലാണ്. അതായത് സാമിൻ്റെ ഓപ്പോസിറ്റ്, സാം എന്ന് പറഞ്ഞാൽ സർഫസ് ടു എയർ, ഇത് തിരിച്ചാണ് എയർ ടു സർഫസ് മിസൈലാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നേവി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറിയൊരു ബോട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ആ ഹെലികോപ്റ്ററിൻ്റെ ബാക്ക് ടെയിൽ റോട്ടർ, ഫ്രണ്ട് ടെയിൽ റോട്ടർ എല്ലാം ഇവിടെ ഉണ്ട്. ഉണ്ടല്ലോ, ഇന്ത്യൻ നേവി 502 എന്ന മോഡൽ ഒരു ഹെലികോപ്റ്റർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ, ഇതിനകത്തൂടെ ഇതിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു മ്യൂസിയം പോലാണ്. ഇതിനുള്ളിൽ ഷിപ്പിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഷിപ്പിൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റിയറിംഗ് ആണ്. അതായത് പുറത്ത് പറഞ്ഞുകൊണ്ട് ഇത് ഷിപ്പിലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഷിപ്പിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പീരങ്കിയാണ് ഈ കാണുന്നത്. അതല്ലേ, മസിൽ ലോഡിങ് ക്യാനാണ്. അതിൻ്റെ റേഞ്ച് ഫൈൻഡറാണ്. എന്തൊക്കെ സാധനങ്ങളാണ് ഇതും. അതേപോലെ തന്നെ കപ്പലിൻ്റെ സ്റ്റിയറിംഗാണ് പണ്ട് കാലത്ത്. അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അമ്യൂണിഷന്, പണ്ട് കാലത്ത് യൂസ് ചെയ്യേണ്ടത് അമ്യൂണിഷൻ എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ. സാവോ വേവിയർ 100-20-3 മാസ്റ്റർ ഓഷ്യാനിക് വാർഷിപ്പ്, ഇതാണ് വാർഷിപ്പ് വന്നത്. അപ്പം അതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ വാർഷിപ്പിൻ്റെ ഒരു മിനിയേച്ചറാണ് നമ്മൾ ഈ കാണുന്നത്.
അതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന രണ്ട് എന്താ പറയുക അതിൻ്റെ അമ്യൂണിഷനാണ് നമ്മൾ കാണുന്നത്. ഇതിങ്ങനെ നമ്മൾ കാണുന്നത് ഇതെല്ലാം പഴയ കാലത്തെ ഫോട്ടോസും എല്ലാ ഡീറ്റെയിൽസും മാപ്പുകളും എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ. ഏജൻറ്റ് ഷിപ്പ് ബിൽഡ് യൂറോപ്പിലെ ഓരോ തവണ ഓരോ ഷിപ്പ് എങ്ങനെയാണ് ഉണ്ടായിട്ടിരിക്കുന്നത്, കൽബാത്ത്, പത്തേമാരി, മഞ്ഞി, അദാലി, അങ്ങനെ ഓരോ ഷിപ്പുകളുടെ എല്ലാ ഡീറ്റെയിൽസും എല്ലാം ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ നടന്ന് റോയൽ മറീൻ്റെ ക്രസ്റ്റ്, റോയൽ മറീനിലേക്ക് കൊടുക്കുന്ന ക്രസ്റ്റ് എങ്ങനെയാണെന്നുള്ള ഒരു ഫോട്ടോസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ഓരോ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മോട്ടോ എങ്ങനെയാണ് അതിന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ക്രസ്റ്റുകൾ, അതിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ബുക്കുകൾ, ഡീറ്റെയിൽസ്, എൻവലപ്സ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. INS മാൽവാൻ എന്ന കപ്പലിന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇവിടെ മറ്റേ നെയിം ടാഗ്, നെയിം പ്ലേറ്റാണ് നമ്മൾ ഈ രണ്ട് കാണുന്നത്. മുഴുക്കി എന്ന് പറഞ്ഞിട്ട് കപ്പലിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിന് ആരൊക്കെയായിരുന്നു, അതിൻ്റെ ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെ അതിനകത്ത് ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളതുണ്ടല്ലേ ഓരോ ഇതുണ്ട്. ND സാരഥി എന്ന ആളായിരുന്നു 1983 തൊട്ട് 85 വരെ അതിൻ്റെ ക്യാപ്റ്റനായിട്ടിരുന്നത്. അതേപോലെ തന്നെ ഒരു ക്യാപ്റ്റൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഓരോരോ ക്യാപ്റ്റൻസുമാരുടെ എല്ലാം പേരുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കമ്മീഷൻ പിന്നെ ചെയ്തത് എന്നാണെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. INS മാംഗ്രോൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു കപ്പൽ കമ്മീഷൻ ചെയ്തത്, ഓരോരുത്തർ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആരൊക്കെയാണ്, സീമൻ ആരൊക്കെയാണ്, ഫുൾ ഡീറ്റെയിൽസ്. INS മുൾക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കപ്പലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആരൊക്കെയാണ് കമാൻഡിങ് ഓഫീസർ, എല്ലാ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, അതായത് കപ്പലിൻ്റെ റേഞ്ച് നമ്മൾ കണ്ടുപിടിക്കുന്നതും അതിനായിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ ആംഗിളെല്ലാം കണ്ടുപിടിക്കുന്നതിനായിട്ടുള്ളത്. ഇത് കപ്പൽ നമുക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ആക്സിലേറ്ററിൽ, കപ്പലിൻ്റെ ആക്സിലേറ്ററാണ് ഈ കാണുന്നത്. കപ്പലിൻ്റെ ആക്സിലേറ്ററിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ടൈറ്റാനിക്കിനകത്തൊക്കെ എല്ലാം കണ്ടിട്ടുള്ളതല്ലേ. ഫുള്ള്, ഹാഫ്, സ്ലോയെ, ഡെഡ് സ്ലോ, അങ്ങനെ കുറേ ഉണ്ട്. സ്റ്റാർബോർഡ്, ഡെഡ് സ്ലോ, സ്ലോ, ഹാഫ്, ഫുള്ള്, ഇത് റിവേഴ്സ്, അങ്ങനെ സ്റ്റാർബോർഡ് സൈഡ്, പോർട്ട് സൈഡ്, അങ്ങനെ രണ്ട് സൈഡായിട്ട് കപ്പലിലേക്ക് തിരിച്ചിട്ടുണ്ട് ഈ സാധനം. ഇത് അതിൻ്റെ നമ്മുടെ കപ്പലിൻ്റെ സൗത്ത് നോർത്ത് വരെയായിട്ട് നമ്മുടെ കോമ്പസ് എന്നാണ് കപ്പലുകാർ യൂസ് ചെയ്യുന്ന കോമ്പസ്. കപ്പലിന് യൂസ് ചെയ്യുന്ന കോമ്പസാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ അതും ജൈറോ ആണ്, കപ്പലിൻ്റെ ആംഗിൾ അറിയാനായിട്ടുള്ള ജൈറോ. ഇത് INS മാംഗ്ലൂർ എന്ന് പറഞ്ഞ കപ്പലിൻ്റെ സിമ്പൽ. INS മാൽപ്പ എന്ന് പറഞ്ഞ കപ്പൽ അതിനെ അടിച്ചുകൊണ്ടിരുന്ന മണി. എല്ലാ കപ്പലിലും ഈ മണി ഉണ്ടാകും സാധനം. അങ്ങനെ മാങ്കർ എന്ന് പറഞ്ഞ കപ്പലിൻ്റെ നെയിം ടാഗ്, അതിന് വെച്ചിരുന്ന ആർട്ടില്ലറിയുടെ പഴയ ഷെല്ലുകൾ അവരിവിടെ വെച്ചിട്ടുണ്ട്. അല്ലേ, ഓരോ കപ്പലുകളിലെല്ലാം നെയിം ടാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. മഡാല, മാംഗ്രോവ്, രാജ, അങ്ങനെ കുറേ കപ്പലുകളെല്ലാം ഡീകമ്മീഷൻ ചെയ്ത കപ്പലുകളുടെ എല്ലാം ഇവിടെ മ്യൂസിയത്തിനകത്ത് വെച്ചിട്ടുണ്ടല്ലേ. മദാർ, എല്ലാ കപ്പലും വെച്ചിട്ടുണ്ട്. ഇതൊരു ജൈറോമീറ്ററാണ്. നമ്മൾ എന്തുമാത്രം ആംഗിളിൽ നമ്മൾ നിൽക്കുന്നു, നോർത്ത് എവിടെ സൗത്ത് എവിടെ, നമ്മൾ ഇതും ചേർന്നിട്ടുള്ളൊരു മീറ്ററാണ്. അതായത് നമ്മുടെ കോമ്പസും ചേർന്നിട്ടുള്ളൊരു മീറ്ററാണ് നമ്മൾ കാണുന്നത്. നടന്ന് കയറി വരുമ്പം കപ്പലിൽ യൂസ് ചെയ്തിരുന്ന ആർട്ടില്ലറിയുടെ ഒരു ഷെല്ല്, അതേപോലെ ആർട്ടില്ലറി ഫുള്ള് കവറിങ് ഉൾപ്പെടെ ഒരു ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു, കേരളത്തിൻ്റെ പാർട്സ് ഓഫ് കേരള എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ എന്താ വാട്ടർ വേസ് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. വാട്ടർ വേസ് എങ്ങനെയായിരുന്നു, അതായത് ലിസോന്ന് നേരെ കേപ്പ് ടൗൺ, അവിടെ നിന്ന് മരുതാരി, അവിടെ നിന്ന് പിന്നെ നേരെ കാലിക്കട്ട്, അങ്ങനെയാണ് കുറേ സീ വേസ് എല്ലാം ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. കംബോഡിയ, കുറേ സ്ഥലങ്ങൾ, ഇന്ത്യ, താന, പൂനെ, കണ്ണൂർ, കാലിക്കട്ടൊക്കെയാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങൾ, പല നദികളെല്ലാം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, പമ്പ, വേസ്, പെരിയാർ, ചാലിയാർ, ഇതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട് ഏകദേശം ഇവിടെ ആയിട്ട് വരും, കണ്ടുപിടിക്കാൻ വേണമല്ലേ. പിന്നെ പണ്ട് കാലത്ത് റിലീജിയൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. റിലീജിയൻ എങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, മതങ്ങളുടെ ആഗമനം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറേ ആർട്ട് വർക്കുകളൊക്കെ ഉണ്ട്. ഏൻഷ്യൻ്റ് മോഡേൺ ഷിപ്പ് ബിൽഡിംഗ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വിമാനം ഹാരിയറാകാനാണ് സാധ്യത, ഏതാണെന്നില്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു സബ്മറീൻ ഉണ്ട്, അതേപോലെ ഒരു ഡിസ്ട്രോയർ അവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു നേവിയുടെ തന്നെ ഒരു ഷിപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട് ഉണ്ടല്ലോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ നടന്നിട്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ തന്നെ ഉള്ള ആർട്ട് വർക്കുകൾ നമുക്ക് കാണാം. കണ്ടോ, കയറി കണ്ടു കഴിഞ്ഞാൽ പേടിക്കും. അതേപോലെ പക്ക ആർട്ട് വർക്കൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ,
സ്പേസ് ട്രേഡ് എങ്ങനെയാണ് നമ്മൾ കുരുമുളകും ഏലവും ജാതിയൊക്കെ കൊടുത്തിട്ട് ട്രേഡ് ചെയ്തതിനെക്കുറിച്ച് ഇഞ്ചി കണ്ടില്ലേ, ഏലക്ക എല്ലാം ട്രേഡ് ചെയ്തിരുന്ന പണ്ട് കാലത്ത് അങ്ങനെ ട്രേഡിങ് നല്ല കണ്ടിട്ടുണ്ട്. ഇത് ഡച്ചുകാർ വാസ്കോഡ ഗാമയുടെ ആഗമനത്തെക്കുറിച്ചൊക്കെ ഇവിടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. വാസ്കോഡ ഗാമയുടെ ആഗമനം എന്നൊക്കെ കണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. 1498 മെയ് 11 വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിച്ചേർന്നു എന്നതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. വാസ്കോഡ ഗാമ സ്റ്റീർ ചെയ്ത ഒരു ഗുജറാത്തി പൈലറ്റ് ആണെന്നാണ് ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് കുഞ്ഞാലി മരക്കാരാണ് വാസ്കോഡ ഗാമയ്ക്കെതിരെ പോരാടിയ ആളാണ്. കുഞ്ഞാലി മരക്കാർ അങ്ങനെ കിടക്കുന്ന പോർച്ചുഗീസ് മലബാർ കോസ്റ്റിലെ 10 ഇയർ ഡിസ്ട്രക്ഷൻ അതുകൊണ്ട് ഫുള്ള് ഡീറ്റെയിൽസ് എല്ലാം എഴുതുന്നുണ്ട്. അതായത് പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയ ആളാണ് നമ്മുടെ കുഞ്ഞാലി മരക്കാർ. ആളുടെ കഥ കൊടുക്കുന്നത്. ഇനി തൊട്ടപ്പുറത്ത് ഫ്രഞ്ച് ബ്രിട്ടീഷ് ഷിപ്പ് യുദ്ധത്തിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഫുള്ള് കാണിക്കുന്നുണ്ട്. പണ്ട് എങ്ങനെയായിരുന്നു കേരളത്തിൻ്റെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. വൈപ്പിന്, വല്ലാപ്പാടം, ക്യാൻഡിൽ വണ്ണ്, ബൊഗാട്ടി, എറണാകുളം, അങ്ങനെ ഓരോ നാട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വില്ലിംഗ്ടൺ ഐലൻഡ്, മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, അതാണ് ഫോർട്ട് കൊച്ചി, അത് ജൂ ടൗണ്, പിന്നെ കൊച്ചിന്, അങ്ങനെ ഓരോന്നായിട്ട് ഇത് വൈപ്പിനിടയിലുള്ള ചാനലാണ്. ഇതിനെക്കുറിച്ച് എന്താണ്ട് ഓരോ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. കൊച്ചി തുറമുഖത്തിൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. യുദ്ധം ഉണ്ടാക്കുന്നതാണ് ഫ്രഞ്ച് ബ്രിട്ടീഷ് കപ്പലുകൾ തമ്മിൽ യുദ്ധം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ശരിക്കും കൊത്തി വെച്ചേക്കുന്ന പോലെ തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കുക. സൈനിങ് ഓഫ് ഫ്രം മീറ്റ് ആൻഡ് എക്സ്പ്ലോർ ബൈ അച്ചു.